ഈ വീഡിയോയിൽ ഞാൻ ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതില് 5 പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്യുന്നത്. 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ശരിക്കും ഈ വീഡിയോ നോക്കിക്കൊണ്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ ഇത് പറ്റും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്സ് ഞാൻ ഫസ്റ്റ് പറയുന്നില്ല, ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇത് എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പിന്നീട് സ്റ്റെപ്സ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ സ്റ്റെപ്സ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, 26 എന്നൊരു നമ്പർ ഉണ്ട്. ഏത് നമ്പറാണത്? ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 26 എന്നൊരു ഡെസിമൽ നമ്പർ ഉണ്ട്, അതിനെന്ത് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്. റിപ്പീറ്റഡ് ഡിവിഷൻ രീതിയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 26നെ നിങ്ങൾക്ക് ഏതിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറി എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ് അല്ലെ? ബേസ് എന്താണ്? 2. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ആൻസർ എന്ത് വരും? കോഷ്യന്റ്. കോഷ്യന്റ് എത്ര വരും എന്ന് വെച്ചാൽ 13 വരും. കോഷ്യന്റ് എത്ര വരും? 13 വരും. റിമൈൻഡർ എത്ര വരും? 0. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം? കോഷ്യന്റ് താഴെ എഴുതാം, റിമൈൻഡറിനെ റൈറ്റ് സൈഡിൽ എഴുതാം. റിമൈൻഡർ ഇവിടെ എത്രയാണ്? 0 ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ 13നെ ആദ്യം എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര വരും? 7 അല്ല, സോറി 6 ആയിരിക്കും ആൻസർ അല്ലെ? 6 ആയിരിക്കും ആൻസർ. കോഷ്യന്റ് എത്രയാണ്? 6 ആണ്. റിമൈൻഡർ എത്രയാണ്? 1. നെക്സ്റ്റ് ആദ്യം എന്ത് ചെയ്യാം? ഈ 6നെ 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എത്രയായിരിക്കും? കോഷ്യന്റ് എത്രയായിരിക്കും? 3 ആയിരിക്കും. റിമൈൻഡർ എത്രയായിരിക്കും? 0 ആണ്. അപ്പൊ 0 നിങ്ങൾ റിമൈൻഡർ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ നിങ്ങൾ അതിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോസസ് എത്ര വരെ കണ്ടിന്യൂ ചെയ്യും? ഫൈനലി കോഷ്യന്റ് 1 ആകുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ കോഷ്യന്റ് 3 ഉണ്ടല്ലോ, ആദ്യം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ എന്തായിരിക്കും? കോഷ്യന്റ് 1 വരും. പിന്നെ എന്തായിരിക്കും? റിമൈൻഡർ എന്തായിരിക്കും? മനസ്സിലായല്ലോ? ഈ സ്റ്റെപ്പ് നിങ്ങൾ എത്ര വരെ കണ്ടിന്യൂ? ഇപ്പൊ ഇനി എന്ത് കണ്ടിന്യൂ ചെയ്യണോ? വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം? പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തത്? കോഷ്യന്റ് എന്തായി? 1 ആയി. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. എന്ത് ചെയ്തു? ഫസ്റ്റ് 26നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ കോഷ്യന്റ് 13, റിമൈൻഡർ 0. റിമൈൻഡർ റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് എന്ത് ചെയ്തു? അതേ കോഷ്യന്റിനെ ഡിവൈഡ് ചെയ്തു. ഏതുകൊണ്ടാണ്? 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ ആദ്യ കോഷ്യന്റ് എന്ത് വന്നു? 6 വന്നു. റിമൈൻഡർ എന്ത് വന്നു? 1 വന്നു. ആ റിമൈൻഡറിനെ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് എഗെയിൻ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. കോഷ്യന്റ് എത്രയാണ്? 3. നെക്സ്റ്റ് ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എത്രയായി? 1 ആയി. റിമൈൻഡർ എത്രയായി? 1 ആയി. അപ്പൊ കോഷ്യന്റ് 1 വരുന്നവരെ നിങ്ങൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ റിമൈൻഡേഴ്സിനെ ബോട്ടം ടു ടോപ്പ് എഴുതാം. റിമൈൻഡേഴ്സിനെ ബോട്ടം ടു ടോപ്പ് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ 26ന്റെ ബൈനറി ഇക്വലന്റ്. 26ന്റെ ബൈനറി ഇക്വലന്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു? റിമൈൻഡേഴ്സ് ഒക്കെ എഴുതി, റൈറ്റ് സൈഡിൽ എഴുതി. ഫൈനലി എന്ത് ചെയ്യണം? ബോട്ടം ടു ടോപ്പ് ഈ റിമൈൻഡേഴ്സിനെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതില് ബോട്ടം മോസ്റ്റ് റിമൈൻഡർ ഉണ്ടല്ലോ, അതെന്തായിരിക്കും എന്ന് വെച്ചാൽ അതെന്തായിരിക്കും? അത് MSB ആയിരിക്കും. ടോപ്പ് മോസ്റ്റ് റിമൈൻഡർ എന്തായിരിക്കും? LSB. മനസ്സിലായല്ലോ? MSB എന്ന് വെച്ചാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, LSB എന്ന് വെച്ചാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ്. അപ്പൊ 11010 ആണ് 26ന്റെ ബൈനറി. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. 62നെ എന്ത് ചെയ്യണം? ബൈനറിയിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് 62 എഴുതി,
നെക്സ്റ്റ് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. എന്തുകൊണ്ടാണ് 2 ൽ ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 62/2 എന്തായിരിക്കും കോഷ്യന്റ്? 31. റിമൈൻഡർ എന്താണ്? 0 ആണ്. റിമൈൻഡർ എവിടെ എഴുതി? റൈറ്റ് സൈഡിൽ എഴുതി. നെക്സ്റ്റ് ആദ്യം എന്ത് ചെയ്യാം? 31നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലെ? റിമൈൻഡർ എത്രയാണ് ഈ കേസിൽ? 1 ആണ്. അതെന്ത് ചെയ്ത്? റൈറ്റ് സൈഡിൽ എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? 15നെ ആദ്യം എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ എത്രയായിരിക്കും? 1 ആണ്. കോഷ്യന്റ് എത്രയാണ്? 7 ആണ്. ഈ പ്രോസസ് എത്ര വരെ കണ്ടിന്യൂ ചെയ്യണം? ഫൈനലി 1 കോഷ്യന്റ് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് 7 അല്ലെ, 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ എന്ത് വന്നു? 3 വന്നു. റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. നെക്സ്റ്റ് ആദ്യം 3/2 എന്താണ്? കോഷ്യന്റ് 1, റിമൈൻഡർ. നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി? ബോട്ടം ടു ടോപ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ബിറ്റ്സിനെ എന്ത് ചെയ്താൽ മതി? കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 62ന്റെ ബൈനറി. അതില് ബോട്ടം മോസ്റ്റ് ബിറ്റ് എന്താണ്? ഇതാണ്, MSB ആയിരിക്കും. ടോപ്പ് മോസ്റ്റ് ബിറ്റ് എന്തായിരിക്കും? LSB. ഇത് റിമൈൻഡർ അല്ലെ? ടോപ്പ് മോസ്റ്റ് റിമൈൻഡർ LSB, ബോട്ടം മോസ്റ്റ് റിമൈൻഡർ എന്തായിരിക്കും എന്ന് വെച്ചാൽ MSB. മനസ്സിലായല്ലോ? ഇതാണ് രണ്ട് കാര്യം. നെക്സ്റ്റ് അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് പഠിക്കും. ഓക്കെ, സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നിങ്ങൾ ഏത് രീതിയിലാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്തു? കണ്ടിന്യൂസ്ലി ഇതുമായിട്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്തു, 2 ഡിവൈഡ് ചെയ്തു. അതാ പറയുന്നത് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു വെച്ചാൽ റിപ്പീറ്റഡ് ഡിവിഷൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും? നിങ്ങൾ ഡെസിമൽ നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 2 കൊണ്ട് സക്സസീവ്ലി കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട് ഇവിടെ? റിമൈൻഡറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? റിമൈൻഡറിനെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട്. അതിനെ പറയുന്ന അതാണ് റിമൈൻഡറിനെ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ബൈനറി ഈക്വലന്റ്. ബൈനറി ഈക്വലന്റ് എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ആ റിമൈൻഡേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ബൈനറി ഈക്വലന്റ് കിട്ടുന്നത്. ആ ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഈക്വലന്റ് എങ്ങനെ കിട്ടുന്നതാണ് ഞങ്ങൾക്ക്? ഈ റിമൈൻഡേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഫൈനലി ഗ്രൂപ്പ് ചെയ്യും. അപ്പോ നെക്സ്റ്റ് എന്താ? ലാസ്റ്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് റിമൈൻഡർ എന്തായിരിക്കും? MSB ആയിരിക്കും അല്ലെ? ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലെ? ലാസ്റ്റ് റിമൈൻഡർ എന്തായിരിക്കും? MSB ആയിരിക്കും. ഫസ്റ്റ് റിമൈൻഡർ എന്തായിരിക്കും? LSB ആയിരിക്കും. ഇതാണ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? എന്താണ്? ഫസ്റ്റ് ഇത് റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്. ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബൈനറി എന്ത് ചെയ്യണം? റിമൈൻഡറിന് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചാൽ സെയിം രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡെസിമലിനെ ഒക്ടലിലേക്കും ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താണ്? സെയിം ആണ്. പക്ഷെ ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്റ്റെപ്സ് സെയിം ആണ്. ഒരേ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഒക്ടൽ ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ എന്താണ്? 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്സ് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് പഠിച്ചാൽ ഇവിടെ എന്താണ്? ഒരേ ചേഞ്ചസ് ആണ്. എന്താണ്? ഡിവൈഡഡ് ബൈ 2 ഉള്ളടുത്ത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 16 എന്ന് എഴുതിയാൽ മതി. ഇതിൽ ഹെക്സാഡെസിമൽ. അത് ഒക്ടൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 2 ഉള്ളടുത്ത് ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതിയാൽ. അപ്പോൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷന്റെ ഒരു സ്റ്റെപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താവുമെന്ന് വെച്ചാൽ ബാക്കി രണ്ടിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാം. ഒരേ ചേഞ്ചസ്, ബേസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം നോക്കാം. അപ്പൊ ഇതെന്താണ്? ഇതിലെന്താണ്? 0.625. ഇതെന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആണ്. പക്ഷെ ഇതെന്താണ്? ഡെസിമൽ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? ഹോൾ നമ്പർ അല്ലെ? അതിൽ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിട്ടില്ല. അതിനെ കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ 0.625 ഇതൊരു ഫ്രാക്ഷണൽ ഡെസിമൽ പാർട്ട് ആണ്, നമ്പർ ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് മെത്തേഡ് വേറെയാണ്. ഇതിന്റെ സ്റ്റെപ്സും ഞാൻ എന്ത് ചെയ്യാം? പിന്നീട് പറയാം. ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നീട്
പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഞാൻ എന്ത് പറയാൻ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ജോലി എന്താണ് 0.625 എന്ത് കൺവേർട്ട് ചെയ്യണം, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 0.625 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിലെന്താ ചെയ്തത്, നോൺ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ ആൻസർ എന്ത് വന്നു, 1.25 വന്നു. 0.625 into 2 എന്താണ്, ആൻസർ എന്ത് വന്നു, 1.25. അപ്പോ ഇതിലെന്താന്ന് വെച്ചാല് 1 അല്ലെ, 1 ലെഫ്റ്റ് സൈഡ് ഇന്റീജർ പാർട്ട് എന്താണ് 1 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ എഴുതാം. ഇന്റീജർ പാർട്ട് 1 ആണ്, ഫ്രാക്ഷൻ പാർട്ട് എന്താണ് 0.25 ആണ് ഇതില് അല്ലെ. ഇന്റീജർ പാർട്ട് 1, ഫ്രാക്ഷൻ പാർട്ട് 0.25. ഇന്റീജർ പാർട്ട് എവിടെ എഴുതാം, റൈറ്റ് സൈഡിൽ എഴുതാം. ഫ്രാക്ഷൻ പാർട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്തായിരിക്കും 0.25 into 2 എന്തായിരിക്കും ആൻസർ 0.5 അല്ലെ. ആദ്യം എന്ത് ചെയ്യാം, ഈ 0.5ൽ ഇന്റീജർ പാർട്ട് ഉണ്ട്, ഫ്രാക്ഷൻ പാർട്ട് ഉണ്ട്. ഇന്റീജർ പാർട്ട് എന്താണ് 0 ആണ്. നെക്സ്റ്റ് ഫ്രാക്ഷൻ പാർട്ട് എന്താണ് 0.5 അല്ലെ. അപ്പൊ ഇന്റീജർ പാർട്ട് ആയ 0 നിങ്ങൾ ഇവിടെ എഴുതി റൈറ്റ് സൈഡിൽ മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം 0.5 into 2 ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് വന്നു 1.0 അല്ലെ. 0.5 into 2 എന്ന് വെച്ചാൽ 1 ആണ്, അതിനെ ഞാൻ എന്ത് എഴുതി 1.0. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇന്റീജർ പാർട്ട് റൈറ്റ് സൈഡിൽ. ഇനി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണോ, വേണ്ട. എന്തുകൊണ്ടാണ് 0 into ഇനി ചെയ്താൽ എന്തായിരിക്കും, ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോ ഈ ഡിവൈഡ് അല്ല മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ, വേണ്ട. അപ്പൊ നിങ്ങൾ ഇത്ര വരെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. നിങ്ങള് ഫ്രാക്ഷൻ പാർട്ട് അല്ലെ, ഇപ്പൊ ഇവിടെ 0.25 ഉണ്ടായി, പിന്നെ 0.5 ഉണ്ടായി അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ പാർട്ട് 0 വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മനസ്സിലായല്ലോ. ഇത് ഫ്രാക്ഷൻ പാർട്ട് 0 വരുന്നവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഫ്രാക്ഷൻ പാർട്ട് 0 വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അവിടെ എന്ത് ചെയ്തു, ഫൈനലി നിങ്ങൾ കോഷ്യന്റ് 1 വരുന്നവരെ അല്ലെ നിങ്ങൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫ്രാക്ഷൻ പാർട്ട് 0 വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോകണം. 0 വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ ബിറ്റ് എഴുതിയിട്ടുണ്ട് അല്ലെ, 101 എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ എങ്ങനെ എഴുതി, താഴോട്ടുനിന്ന് മുകളിലോട്ടൊക്കെ എഴുതി അല്ലെ. ഇവിടെ അങ്ങനെയല്ല, ടോപ്പ് നിന്ന് ബോട്ടം എഴുതണം. അവിടെ ബോട്ടം ടു ടോപ്പ് എഴുതുകയാണ്, ഇവിടെ ടോപ്പ് ടു ബോട്ടം ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോ എന്ത് വന്നു 101. വേണമെങ്കിൽ ലെഫ്റ്റിൽ എന്ത് ചെയ്യാം, ഒരു 0 കൂട്ടിച്ചേർക്കാം, 0.10. മനസ്സിലായല്ലോ. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, ഇതിലെന്താ ചെയ്യുന്നത്, നിങ്ങൾ 0.625 എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ ഇന്റീജർ പാർട്ട് വരും, ഫ്രാക്ഷൻ പാർട്ട് വരും. ഇന്റീജർ പാർട്ടിന് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ എഴുതണം. ഫ്രാക്ഷൻ പാർട്ടിന് എന്ത് ചെയ്യണം, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഈ പ്രോസസ് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. ഇത്ര വരെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫ്രാക്ഷൻ പാർട്ട് 0 വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഫൈനലി എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡിൽ എഴുതിയ ബിറ്റ്സിനെ എന്ത് ചെയ്യണം, ടോപ്പ് ടു ബോട്ടം നിങ്ങൾ എഴുതി. മനസ്സിലായല്ലോ. അപ്പൊ ഒന്ന് ഓർക്കണം, നോൺ ഫ്രാക്ഷൻ പാർട്ട് ഇന്റീജർ പാർട്ടിനെ എങ്ങനെ എഴുതേണ്ടതാണ്, റിമൈൻഡറിനെ ബോട്ടം ടു ടോപ്പ് ആണ്, ഫ്രാക്ഷൻ പാർട്ടിനെ ടോപ്പ് ടു ബോട്ടം എഴുതുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോബ്ലം നോക്കാം. ഇതിലെന്താണ്, ഇതില് മിക്സഡ് നമ്പർ ആണ് അല്ലെ. ഇതിലെന്തുണ്ട്, ഇന്റീജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇതെന്താണ്, ഒരു ഡെസിമൽ നമ്പർ ആണ്, ഇത് ഫ്രാക്ഷൻ പാർട്ട് അല്ലെ, 25.75. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിലെ പ്രൊസീജിയർ എന്താണ്, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റീജർ പാർട്ടിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഫ്രാക്ഷണൽ പാർട്ടിനെ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇന്റീജർ പാർട്ടിനെ ബൈനറി കൺവേർട്ട് ചെയ്യണം, പിന്നെ ഫ്രാക്ഷൻ പാർട്ടിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫൈനലി എന്ത് ചെയ്താൽ മതി, ഈ 2 പാർട്ടും ഉണ്ടല്ലോ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ലേ, അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കേസിൽ എന്താണ് ഫസ്റ്റ് 25നെ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, 0.75നെ എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫൈനലി എന്ത് ചെയ്യണം, ആ രണ്ട് ബൈനറി പാർട്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 25.75ന്റെ എന്ത് കിട്ടും, ബൈനറി ഈക്വലന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം 25നെ ഫസ്റ്റ് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 25 എന്താണ്, ഇന്റീജർ പാർട്ട്. അപ്പൊ ഇതെന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ, ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഡിവിഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. 25/2 എന്തായിരിക്കും, കോഷ്യന്റ് 12 ആണ്, റിമൈൻഡർ എത്രയാണ്, 1 ആണ്. നെക്സ്റ്റ് ആദ്യം 12/2 കോഷ്യന്റ് എത്രയാണ്, 6 ആണ്, റിമൈൻഡർ എത്രയാണ്, 0 ആണ്. ആദ്യം 6/2 കോഷ്യന്റ് എത്രയാണ്, 3 ആണ്, റിമൈൻഡർ എത്രയാണ്, 0 ആണ്. 3/2 എന്താണ്, കോഷ്യന്റ് എത്രയാണ്, 1 ആണ്, റിമൈൻഡർ എത്രയാണ്, 1 ആണ് അല്ലെ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബോട്ടം ടു ടോപ്പ് എന്ത് ചെയ്യാം, ഈ റിമൈൻഡേഴ്സിനെ എഴുതാം. അപ്പൊ എന്ത് കിട്ടി, ഫൈനൽ ആൻസർ എന്താണ്, 1100. മനസ്സിലായല്ലോ. MSB ഏതാണ്, 1 ആണ്, LSBയും ഇവിടെ മനസ്സിലായല്ലോ. ബോട്ടം മോസ്റ്റ് റിമൈൻഡർ അതേതാണ്, MSB ആണ്. ടോപ്പ് മോസ്റ്റ് ഏതാണ്, LSB ആണ്. മനസ്സിലായല്ലോ. ഇവിടെ ഓർഡർ തെറ്റാൻ പാടില്ല, ബോട്ടം ടു ടോപ്പ് ആണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണ്, 0.75 ഇതിനെന്ത് ചെയ്യണം, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ, ഇത് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ആകുമ്പോൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അല്ലെ, ഇതുകൊണ്ടാണ് 2 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, 0.75 into 2. ആൻസർ എന്ത് വന്നു, 1.5 അല്ലെ. അപ്പൊ ഇന്റീജർ പാർട്ട് എന്ത് ചെയ്തു, നിങ്ങൾ റൈറ്റ് സൈഡിൽ അല്ലെ. നെക്സ്റ്റ് എന്താണ്, 0.5 into, അപ്പൊ എന്ത് വന്നു, ആൻസർ 1.0 ഇല്ലെങ്കിൽ 1 വന്നു. 1ന് നിങ്ങൾ എങ്ങനെ എഴുതാം, 1.0 എഴുതാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യണോ, വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ പാർട്ട് ഇവിടെ എന്ത് വന്നു, 0 വന്നു. ഫ്രാക്ഷൻ പാർട്ട് 0 വന്നാൽ എന്ത് ചെയ്യണ്ട, പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ട. നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ബിറ്റ്സിനെ എഴുതണം. ഏത് ഓർഡറിൽ എഴുതേണ്ടത്, ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം ആണ് എഴുതേണ്ടത്. ഫ്രാക്ഷൻ ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം, ഇന്റീജർ പാർട്ട് ആണെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആണ്. അപ്പൊ 0.75ന്റെ ബൈനറി ഈക്വലന്റ് എത്രയാണെന്ന് വെച്ചാൽ 1. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, 25.75ന്റെ ബൈനറി കണ്ടുപിടിച്ചു, 0.75ന്റെ ബൈനറി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഫൈനൽ ബൈനറി ഈക്വലന്റ് കിട്ടും. 25.75ന്റെ ബൈനറി ഈക്വലന്റ്. ഇതാണ് മിക്സഡ്, ഇന്റീജർ ഉണ്ടാവും, ഫ്രാക്ഷനും ഉണ്ടാവും. അങ്ങനത്തെ ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 0.2 ഇതൊരു ഡെസിമൽ ഫ്രാക്ഷൻ നമ്പർ ആണ്. ഇതിനെന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഫ്രാക്ഷൻ പാർട്ടിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ് അല്ലെ. എന്ത് ചെയ്യാം, 0.3 into 2 ആണ്. ആൻസർ എന്തായിരിക്കും, 0.6. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇന്റീജർ പാർട്ട് എന്താണ്, 0 ആണ്, അതിവിടെ എഴുതി റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് 0.6 into 2 എന്തായിരിക്കും, 1.2. ഇന്റീജർ പാർട്ട് എന്താണ്, 1 ആണ്, ഫ്രാക്ഷൻ പാർട്ട് എന്താണ്, 0.2. ഇന്റീജർ പാർട്ട് ഇവിടെ എഴുതി റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് ആദ്യം എന്ത് ചെയ്യാം, 0.2 into 2 എന്താണ്, ഇന്റീജർ പാർട്ട് എന്താണ്, 0 ആണ്, ഫ്രാക്ഷൻ പാർട്ട് എന്താണ്, 4 ആണ് അല്ലെ. അപ്പൊ ഇന്റീജർ പാർട്ട് ഇവിടെ എഴുതി റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് 0.4 into 2 എന്തായി, ആൻസർ എന്താണ്, 0.8. ഇന്റീജർ പാർട്ട് എന്താണ്, 0 ആണ്, ഫ്രാക്ഷൻ പാർട്ട് എന്താണ്, 0.8. നെക്സ്റ്റ് 0.8 into 2 എന്താണ്, ഇന്റീജർ പാർട്ട് 1 ആണ്, ഫ്രാക്ഷൻ പാർട്ട് 6 ആണ്. 6 അല്ല, 0.6 ആണ്. അപ്പൊ എന്ത് എഴുതി, റൈറ്റ് സൈഡിൽ ഇന്റീജർ പാർട്ട്. നെക്സ്റ്റ് ആദ്യം 0.6 into 2 equal to 1.2. ഇന്റീജർ പാർട്ട് 1 ആണ്, ഫ്രാക്ഷൻ പാർട്ട് 0.2. ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നു. ഇവിടെ എന്താന്നില്ല, ഫ്രാക്ഷൻ പാർട്ട് മുമ്പത്തെ കേസിൽ എന്തായിരുന്നു, ഫ്രാക്ഷൻ പാർട്ട് എന്തായി, 0 ആയി. ഇവിടെ എന്തായില്ല, 0 ആയില്ല. ഇതെന്താണ്, കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നത്.
അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് 0.2 into 2 ചെയ്യുന്നുണ്ട്. എന്താണ് 0.4 ഇന്റീജർ പാർട്ട് എഴുതി അല്ലെ. ഇപ്പൊ എന്താ ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നത്, ഇത് സ്റ്റോപ്പ് ആണ്. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതാണ് ഫ്രാക്ഷൻ പാർട്ട് 0 ആവണം. പക്ഷെ ഫ്രാക്ഷൻ പാർട്ടിൽ എന്ത് വരുന്നുണ്ട് 6248 അങ്ങനെ വരുന്നു അല്ലെ, അതാ വരുന്നത് അല്ലെ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഒരു കുറച്ച് സ്റ്റെപ്സ് ചെയ്യും, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ ഒരു നമ്പർ തന്നാൽ എന്ത് വരില്ല, നിങ്ങൾ എത്ര ഡിവൈഡ് ചെയ്താലും ഡിവൈഡ് അല്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും എന്താ പറയുക 0 വരില്ല, കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറച്ച് ഡിജിറ്റ്സ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇടാം, സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായല്ലോ, ഇതാണ് വേറൊരു കേസ്. മനസ്സിലായല്ലോ, ഈ കേസിൽ എന്താന്ന് വെച്ചാൽ 0 വരുന്നില്ല, ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടല്ലോ 0 വരുന്നില്ല, അതുകൊണ്ട് നമ്പർ എന്താന്ന് കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനത്തെ പിന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ടോപ്പ് ടു ബോട്ടം ആണ്. മനസ്സിലായല്ലോ. ചിലപ്പോൾ ഇവിടെ പറയും പ്രിസിഷൻ എന്ന് പറയും. പ്രിസിഷൻ എന്ന് വെച്ചാൽ 5 ഡിജിറ്റ്സ് എന്ന് തരും ക്വസ്റ്റ്യൻ. അപ്പൊ പ്രിസിഷൻ 5 ഡിജിറ്റ്സ് തന്നാൽ മീനിങ് എന്ന് വെച്ചാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം 5 ഡിജിറ്റ് എഴുതണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുമായിരിക്കും പ്രിസിഷൻ 5 ഡിജിറ്റ് എന്ന് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെസിമൽ കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് എഴുതണം. ഇവിടെ ഞാൻ എത്ര ഡിജിറ്റ് എഴുതി, ഡെസിമൽ കഴിഞ്ഞിട്ട് 7 ഡിജിറ്റ് എഴുതി അല്ലെ. പക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യനില് ഇവിടെ പറഞ്ഞിട്ടില്ല എത്ര ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു 7 ഡിജിറ്റ് എഴുതി ഡെസിമൽ കഴിഞ്ഞിട്ട് അല്ലെ. നെക്സ്റ്റ് ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ തരും 5 ഡിജിറ്റ്. 5 ഡിജിറ്റ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആകെ വെറും 5 ഡിജിറ്റ് 7 ഡിജിറ്റ് എഴുതുന്നു. സപ്പോസ് 4 എന്ന് പ്രിസിഷൻ 4 ഡിജിറ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ്. ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റെപ്സ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ വഴി ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്സ് സെയിം ആണ്, ജസ്റ്റ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ഡെസിമൽ ഫ്രാക്ഷൻ ബൈ 2 ആണ്. മൾട്ടിപ്ലൈ ഡെസിമൽ ഫ്രാക്ഷൻ ബൈ 2 ആണ് അല്ലെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്തത് 0.3 അല്ലെ. 0.3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, മൾട്ടിപ്ലൈ ഡെസിമൽ ഫ്രാക്ഷൻ ബൈ 2 ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, integer part will be MSB of binary fraction. Integer part ഏതാണ്, integer part ഇവിടെ 0.3 integer part ഏതാണ് 0.61 അല്ലെ ആൻസർ. അതിന് integer part 0 ആണ്, അതെന്തായിരിക്കും MSB ആയിരിക്കും അല്ലെ. 0.61 integer part എന്താണ് 0.60 ആണ്, അതെന്താണ് MSB ആയിരിക്കും. അതാ ഇത് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, again fractional part of the answer is multiplied by 2 to obtain next significant bit അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു 0.6 അല്ലെ, അതിന് ആദ്യം എന്ത് ചെയ്തു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, അടുത്ത സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇവിടെ എന്താണ് 1.2 ആണ്. അപ്പൊ സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്താണ് 1 ആണ്, അത് കിട്ടി. മനസ്സിലായോ, അതാണ് ഇത്. മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, ഡെസിമൽ ഫ്രാക്ഷനിൽ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, കിട്ടിയ ഉത്തരത്തിന്റെ ഇന്റീജർ പാർട്ട് എന്തായിരിക്കും MSB ആയിരിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ആ ഫ്രാക്ഷണൽ പാർട്ടിനെ ആൻസറിന്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ ആദ്യം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതിന്റെ ലെഫ്റ്റും ഇന്റീജർ പാർട്ട് എന്തായിരിക്കും നെക്സ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈ പ്രോസസ്സ് എത്ര വരെ കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എത്ര വരെ എന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ പാർട്ട് പ്രൊഡക്റ്റിന്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്താവണം 0 ആവണം അല്ലെ. ഫസ്റ്റ് 2 കേസിൽ നോക്കിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്തായിരിക്കണം ഡിസൈഡ് പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡിജിറ്റ് തരും, നമ്പർ തരും. 5 ഡിജിറ്റ് എന്ന് വെച്ചാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേ സ്റ്റെപ്സ് ആണ്. എങ്ങനെയാണ് ഡെസിമൽ ഫ്രാക്ഷനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്സ് ആണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 അല്ല, മൾട്ടിപ്ലിക്കേഷൻ ബൈ 8. അതേ ഡെസിമൽ ഫ്രാക്ഷനെ ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ഉള്ളിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 16.